ഇന്ന് നമ്മൾ ഈ ഹാർബർ ബ്രിഡ്ജിന്റെ ചരിത്രം മനസ്സിലാക്കാൻ പോവുകയാണ്. കൂടെ വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന മനുഷ്യനിർമ്മിത ദ്വീപിനെ കുറിച്ചും. എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം. ഹിസ്റ്റോമീറ്റർ, ജേർണി ത്രൂ ഹിസ്റ്ററി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ നാട് അടക്കി ഭരിക്കുന്ന കാലം കൊച്ചി തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി വർഷം 1920 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എഞ്ചിനീയറായി സർ റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചിയിൽ വന്നിറങ്ങുന്നത്. കൊച്ചിയിലെത്തിയ അദ്ദേഹം തുറമുഖത്തിന്റെ വികസന പദ്ധതി രേഖ തയ്യാറാക്കുകയും അന്നത്തെ മദ്രാസ് ഗവർണർ ലോർഡ് വില്ലിംഗ്ടണിനെ അറിയിക്കുകയും ചെയ്തു. കൊച്ചിയെ ലോകത്തെ ഏറ്റവും മികച്ച തുറമുഖമാക്കി മാറ്റാമെന്നായിരുന്നു വില്ലിംഗ്ടൺ പ്രഭുവിന് ബ്രിസ്റ്റോ നൽകിയ ഉറപ്പ്. അനുമതി വാങ്ങിയ ബ്രിസ്റ്റോ തുറമുഖ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ തുറമുഖ നിർമ്മാണം അത്ര എളുപ്പമായിരുന്നില്ല. അഴിമുഖത്ത് രൂപപ്പെട്ടിരുന്ന വലിയ മൺകൂന തന്നെയായിരുന്നു പ്രധാന വെല്ലുവിളി. ഈ മണ്ണ് നീക്കം ചെയ്താൽ കൊച്ചിയിൽ സുന്ദരമായ തുറമുഖം രൂപപ്പെടുമെന്നായിരുന്നു ബ്രിസ്റ്റോയുടെ പദ്ധതി രേഖ. അങ്ങനെ ലേഡി വില്ലിംഗ്ടൺ എന്ന മണ്ണുമാന്തി കപ്പൽ ഉപയോഗിച്ച് മണ്ണ് മാറ്റി തുടങ്ങി. അത് വളരെ സങ്കീർണമായ ഒരു പ്രവൃത്തിയായിരുന്നു. ബ്രിസ്റ്റോ ചിന്തിച്ചതിലും അപ്പുറമായിരുന്നു കായലിലെ മണ്ണിന്റെ അളവ്. അധികമായി വന്ന ചെളിയും മണ്ണുമൊക്കെ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി നല്ലൊരു പ്ലാൻ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇങ്ങനെ അധികമായി വന്ന മണ്ണും ചെളിയും കായലിന്റെ പല സ്ഥലങ്ങളിൽ കൂട്ടിയിട്ട് അവസാനം അതെല്ലാം ഒന്നിച്ച് യോജിപ്പിച്ച് ഒരു ദ്വീപാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ നീക്കം. അങ്ങനെ അഴിമുഖത്തു നിന്ന് നീക്കം ചെയ്ത മണ്ണും ചെളിയും കായലിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച് വീണ്ടും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ 450 അടി വീതിയും 3.5 മൈൽ നീളവുമുള്ള അഴിമുഖം രൂപപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ രസകരമായ കാര്യം എന്തെന്നാൽ അഴിമുഖത്തു നിന്ന് നീക്കം ചെയ്ത മണ്ണും ചെളിയും കൂടി ഏകദേശം 780 ഏക്കർ വിസ്തൃതി വരുന്ന ഒരു കരഭൂമി തന്നെ ആ കായലിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ കൊച്ചി കായലിന് നടുക്ക് ഒരു മനുഷ്യനിർമ്മിതമായ ദ്വീപ് രൂപപ്പെടുന്നത്. മണ്ണു മാന്താൻ ഉപയോഗിച്ച കപ്പലിന്റെ പേരും അന്നത്തെ മദ്രാസ് ഗവർണറുടെ പേരും ഒന്നു തന്നെയായിരുന്നു, വില്ലിംഗ്ടൺ. ഇങ്ങനെയാണ് ഈ ഐലൻഡിന് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന പേര് വന്നത്. പിന്നീട് ഈ പ്രദേശത്ത് തുറമുഖത്തിന്റെ ഓഫീസ് സമുച്ചയം അടങ്ങുന്ന ചെറു പട്ടണം നിർമ്മിച്ചു. ഈ ദ്വീപിനെ വ്യാപാര കേന്ദ്രമായ മട്ടാഞ്ചേരിയുമായി ബന്ധിപ്പിക്കുന്നതിന് റോബർട്ട് ബ്രിസ്റ്റോയുടെ തന്നെ നേതൃത്വത്തിൽ കായലിന് കുറുകെ ഉരുക്കും തടിയും ഉപയോഗിച്ച് ഒരു പാലം നിർമ്മിച്ചു. ഈ പാലത്തിന് 486 മീറ്റർ നീളമാണുള്ളത്. 1938 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായി. തുറമുഖത്തേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് പാലം തടസ്സമാകാതിരിക്കാൻ മധ്യഭാഗം കപ്പിയും ഇരുമ്പ് വടവും ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തും വിധമായിരുന്നു നിർമ്മാണം. ഇതിനായി പ്രത്യേക സ്പ്രിംഗ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു. 16 സ്പാനുകളിൽ നിർമ്മിച്ച പാലത്തിന്റെ മധ്യത്തിലെ സ്പാനാണ് കപ്പിയും ഇരുമ്പ് വടവും ഉപയോഗിച്ച് ഉയർത്താൻ തക്ക രീതിയിൽ നിർമ്മിച്ചത്. പാലം ഉയർത്തുന്നതിന് മുൻപ് പാലത്തിന്റെ ഇരുകരകളിലും മുന്നറിയിപ്പ് നൽകുമായിരുന്നു. ഈ പാലത്തിന് അധികം ആയുസ്സില്ലെന്ന് പലരും പ്രവചിച്ചു. കൊച്ചി മഹാരാജാവിന്റെ ആനപ്പന്തിയിൽ നിന്ന് ലക്ഷണമൊത്ത ആനകളെ കൊണ്ടുവന്ന് കൂട്ടമായി നടത്തിച്ചാണ് പാലത്തിന്റെ ഉറപ്പ് ബ്രിട്ടോ സംശയാലുക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത്. വർഷം 1943 ഏപ്രിൽ 13 ഹാർബർ പാലം കമ്മീഷൻ ചെയ്തത്. പിന്നീട് ഇത് ദേശീയപാത 47 ഭാഗമായി ആലപ്പുഴ, തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന കേന്ദ്രവും കൊച്ചിയുടെ പ്രവേശന കവാടവുമായി മാറി. 1998 മട്ടാഞ്ചേരി BOT പാലം കമ്മീഷൻ ചെയ്തതോടെ ഹാർബർ പാലത്തിന്റെ പ്രസക്തി കുറഞ്ഞു. പതിയെ ഹാർബർ പാലം നശിക്കാൻ തുടങ്ങി. അങ്ങനെ പാലത്തിലൂടെയുള്ള ഗതാഗതം പൊതുമരാമത്ത് വകുപ്പ് നിരോധിച്ചു. പിന്നീട് ഈ വളരെ അടുത്തപ്പോഴോ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി വീണ്ടും തുറന്നു. ഇപ്പോൾ ചെറിയ വാഹനങ്ങളും 2 വീലറുകളുമൊക്കെയാണ് ഈ വഴി സഞ്ചരിക്കുന്നത്.